തന്നേന തന തന്നന തന്നന തന്നേന തന്നന തന്നേന തന തന്നന തന്നന തന്നേന തന്നന തന്നേന തന തന്നന തന്നന തന്നേന തന്നന തന്നേന തന തന്നന തന്നന തന്നേന ഞാൻ പെട്ടോ. ഡേ നീ ഇന്നു മുതൽ വെട്ട് പഠിക്കാൻ വന്നതല്ലേ ഉള്ളൂ. ആദ്യം ഒട്ടുവാരി വലി. അതെന്തിന്? അത് അവൻ വലിച്ചോണ്ടിരിക്കാടാ. ആരുടെ ഇത്? അയ്യേ, ഈ ഓണം കഴിഞ്ഞിട്ട് ഇവിടെ ആടെ ഈ അത്തം കൊണ്ടിട്ടിട്ട് കഴിവേ പറ്റൂ പുല്ല്. വാ പാടേ. കുട്ടം ബ്രോ എണീറ്റാണോ എന്തോ? ബാ നോക്കാം. കുട്ടം ബ്രോ, ഞാനെപ്പോഴാണ് നിന്റെ വീട്ടിൽ കിടന്നുറങ്ങിയത്? ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയത്. നീ ഇപ്പം എവിടുന്ന് വരുന്നു? അളിയാ, ഞാൻ ആരുണ് റബ്ബർ വെട്ട് കഴിഞ്ഞ് പറഞ്ഞത്. ഏത് മങ്കുരുണിയാടാ നീ ഇന്നലെ അടിച്ചത്? ഇന്നലെ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലേ? ഒന്നാം തീയതി സാധനം ഒപ്പിച്ചല്ലേ കള്ളൻ. ഇന്നലെ പ്ലാൻ ചെയ്ത നീ മറന്നവിടെ. അളിയാ നീ പറ. വേണ്ട, നീ പറ. ആരെങ്കിലും പറയടേ. ഡേ ഞാൻ പറയാം, അല്ലെങ്കിൽ നീ തന്നെ പറ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയടേ. ഛേ, അത് പ്ലാൻ എന്താണെന്ന് വെച്ചാ അല്ലെങ്കിൽ വേണ്ട, ഉണ്ണി നീ തന്നെ പറ. അങ്ങനെ ഇപ്പൊ പറയുന്നില്ല. എന്നിട്ട് വേണം നീ പറയാൻ അത് നിന്റെ ഐഡിയ ആണെന്ന്. സത്യത്തിൽ അത് എൻ്റെ ഐഡിയ ആണെങ്കിലോ? ഓ ഒന്നെടിച്ച് പോയിട്ടാ. വരൂ നീ പറ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ പറ. ഞാൻ പറയാം. ഞാൻ മറന്നു കളിയാ. മറവിക്ക് ഒരു മാങ്കൂറിനെ എടുത്ത് അടിച്ചാലോ? അത് കൊള്ളാം. ഓ പിന്നെ ഒന്നാം തീയതി എൻ്റെ അച്ഛൻ കൊണ്ടുവച്ചേക്കണം. ബ്ലാക്കിന് എടുക്കാന്ന് വെച്ചാ പുള്ളി ആ പണി നിർത്തി. ഇപ്പം ബ്രോക്കർ പണി തുടങ്ങി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് അടിക്കാൻ പറ്റൂല. ആ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു പരാതി കിടപ്പുണ്ട്. നമുക്ക് ഇത്തിരി അടി കൂടുതലാണ്. ഇനി അങ്ങോട്ടുള്ള സീനിൽ അടിയേ ഇല്ല. വെടി മാത്രം. ഇത് മനിതക്കാതലല്ലേ? അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? ഇന്നലെ കണ്ട സിനിമയിൽ ആരോ പറഞ്ഞടേ, ചുമ്മാ വിട്ടത്. പുതിയ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലനടയിൽ. ഓൾറെഡി അമ്പലനടയിലാണടേ. ഗുരുവായൂരല്ലെന്നേ ഉള്ളു. 5 രൂപയ്ക്കും 10 രൂപയ്ക്കും സിനിമാ ഫ്രണ്ടിൽ പോലും സിനിമ കണ്ടിരുന്ന കാലം. മിസ്റ്റർ കുട്ടം ബ്രോ, കാലം മാറി. 150 രൂപ 200 രൂപ ഇപ്പൊ സിനിമ കാണാൻ. ഒരു മാസം കഴിയുമ്പോഴത്തേ OTT വരും. ടെലഗ്രാമിന് ഡൗൺലോഡ് ചെയ്ത് കാണറേ. ഇന്നിപ്പോ സാധനം എടുക്കാന്ന് വെച്ചാ ബ്ലാക്കിന് എടുക്കുന്ന പുള്ളിയെ എക്സൈസുകാര് പൊക്കി ഇടിച്ചു പിടിഞ്ഞു വിട്ട്. അയ്യോ, സ്വന്തം ഭാര്യ എന്നെ ഒറ്റിയെന്നാ നാട്ടുകാർ പറയുന്നത്.
പുള്ളി ഇപ്പം ബ്രോക്കർ പണി തുടങ്ങി. ആ. അതിനിപ്പോ എന്താ, നമുക്ക് നല്ലൊരു ബ്രോക്കറെ കിട്ടി. ആ അത് കൊള്ളാം. ദോ വരുന്ന റിട്ടയർഡ് എക്സ് ബ്ലാക്കിന് വിറ്റ ബ്രോക്കർ. മഴ മഴ കുട കുട മഴ വന്നാ നിന്നെയൊക്കെ കെട്ടിക്കോളാം. ഓപ്പില്ല മഴ. ആ കെട്ടിച്ചു തരുമെന്ന് വെച്ചാൽ കെട്ടിച്ചു തരും. നിങ്ങളൊന്ന് അടങ്ങ്. ആ ഓ ഓ പുള്ളി ഭയങ്കര സെറ്റപ്പില്. ആ എല്ലാരും ഉണ്ടല്ലേ? എല്ലാരും ഒന്നിച്ചുണ്ടല്ലേ? വളരെ സന്തോഷമുണ്ട്. ആ എല്ലാരും അറിഞ്ഞു കാണുമല്ലേ? ഓ ഓ അറിഞ്ഞു മൊത്തത്തിൽ. ഇങ്ങനെയൊക്കെ നടന്നാ മതിയല്ലേ? ഒരു പെണ്ണൊക്കെ കേട്ടല്ലേ? പിന്നെ എന്റെ ഉണ്ട് 1-2 കേസ് കെട്ടുകളൊക്കെ. നോക്കട്ടെ. കേസ് കെട്ടുകളൊന്നും കുട്ടം ബ്രോയ്ക്ക് പറ്റൂല. ഞാനത് ചോദിക്കട്ടെ, നിന്റെ നാളെന്തുവാടേ? മൂല്യം നില്ല്, ഞാനൊന്ന് തപ്പട്ടെ. എന്റെ മൂന്ന് തപ്പാൻ ഞാനാണ് സമ്മതിക്കത്തില്ല. നിനക്കൊക്കെ പെണ്ണാലോചിക്കാൻ വന്നേ ആദ്യം എന്നെ വേണം തല്ലാൻ. സ്റ്റോപ്പ്. മൂത്തോരെ നമ്മൾ അടിക്കൂലെന്നാ. നിന്റെ ചള്ള വയറൊക്കെ ഒന്ന് കുറയ്ക്കണം. അപ്പൊ പെണ്ണ് കാണാൻ പോണ ഡേറ്റ് നിന്നെ വിളിച്ചറിയിക്കാം. ഹലോ ഹലോ, റേഞ്ചില്ല. ഹലോ, പെണ്ണിന്റെ ഫോട്ടോ അയച്ചേക്കാം. നമ്മൾ ഗൂഗിൾ പേ ചെയ്തേക്കണേ, നമ്മളെ ബ്രോക്കർ ഫീസ്. ആ ആ ഹലോ ഹലോ, ഒന്നും കേൾക്കുന്നില്ല. ഏതാണാവോ അടുത്ത മാരണം? എല്ലാം കൂടെ കുറ്റിപ്പുറത്തുണ്ട്. ഇങ്ങോട്ടാണല്ലോ. ഹലോ, റേഞ്ചില്ല. ആ എല്ലാത്തിനും ഒരുമിച്ച് കാണാൻ സാധിച്ചല്ലേ? അല്ലെങ്കിൽ എനിക്കറിയാം എല്ലാം അമ്പലം പറമ്പിൽ കാണുമെന്ന്. മോളെ മടയാണെന്ന് വീട്ടിൽ പോ, ചേച്ചി തിരക്കും. ഗൾഫിൽ പോയി 10 പുത്തുണ്ടാക്കിയതിന്റെ ഹുങ്കാണ്. നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ പുതിയൊരു സംരംഭം തുടങ്ങാൻ പോകുന്നു. അടിപൊളി. എന്തുകൊണ്ടാ? പണിയെടുക്കാത്തവന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ച് കാശ് ഇങ്ങോട്ട് വാങ്ങുന്ന ബിസിനസ്. അതെന്ത് ബിസിനസ്? എൻ്റെ പുതിയ സംരംഭം ജിംനേഷ്യം. എല്ലാവരെയും ഒഫീഷ്യലായിട്ട് വിളിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ ആദ്യത്തെ ഒരാഴ്ച ഫ്രീ. അത് കൊള്ളാം. എന്താ പറയുന്നത്? ഇഷ്ടപ്പെട്ട? പോരെ പോരെ. ജിമ്മിൽ പോയാ വയറ് കുറയോ? ഓ കുറയും. നാട്ടിൽ പുതിയ സംരംഭം തുടങ്ങിയിട്ട് നമ്മൾ മോൻ കാണിച്ചില്ലെന്ന് വേണ്ട, വേറെ ചൊരപ്പൊന്നുമില്ലല്ലേ. പിന്നെ ഈ ഓഫർ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ വന്ന് 2 പുഷപ്പൊക്കെ അടിച്ചിട്ട് പോയിനടാ. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കുട്ടനെ കെട്ടിക്കാം. നല്ല അത് പൊളിച്ച്. അപ്പൊ ഇന്നലെ പറഞ്ഞ സത്യമായിരുന്നാടേ? പെട്ടെന്ന് റെഡി ആയിട്ട് വാ, പോയി നോക്കാം. എന്തായാലും ഫ്രീ അല്ലേ? പോലെടാ, ഞാൻ ദാ വരുന്ന. ഓ പണിയില്ലാത്തവന്മാർ അങ്ങോട്ട് പൈസ കൊടുത്ത് പണി ചെയ്യുന്ന സ്ഥലം എന്തരാവോ. എന്തായാലും വന്ന് പോവാ. വീണ ആ ഫ്രീ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കുറ്റിയും പറിച്ചു കഴിഞ്ഞ് പോയിരുന്നില്ലേ? നിങ്ങളുടെ 4 പേരുടെയും ജിം ട്രെയിനർ അദ്ദേഹമാണ്. എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ നോക്കിക്കോളൂ. ഓക്കെ, നല്ല. ഞാൻ താഴെ ഓഫീസ് റൂമിൽ കാണും. ഓക്കെ ഓക്കെ ആണ്. ഓക്കെ, നിങ്ങളെല്ലാം ജിമ്മിൽ ഫസ്റ്റ് ടൈം ആണല്ലേ? സ്റ്റാർട്ടിംഗ് ആണ്. ആയത് തന്നെ നിങ്ങൾ പറയാതെ ഒന്നും ചെയ്യരുത്. ജിമ്മിൽ ആദ്യം ചെയ്യേണ്ടത് അതാണ്, പറയാതെ ഒന്നും ചെയ്യരുത്. ഫസ്റ്റ് വീക്ക് വളരെ കെയർഫുൾ ആയിരിക്കണം. വാപ്പാണ് കൂടുതലും. മെഷീൻ ഒന്നും വലുതായിട്ട് കാണില്ല. ഫസ്റ്റ് ഡേ മെഷീൻ ഇല്ല, മാനുവലായിരിക്കും. വാപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതും കഴിഞ്ഞ്, അതായത് നമ്മൾ ബേസിക് ആകുന്നേ ഉള്ളൂ. ബേസിക് ഏകദേശം ഒരാഴ്ചയെങ്കിലും പോകും. ഇത് കണക്ക് വാമപ്പ് കാര്യങ്ങളായിട്ട് ഒരാഴ്ച മിനിമം പോകും. വേറെ ഒന്നുമില്ല. വാമപ്പ് നിങ്ങൾ വാമപ്പ് ചെയ്തല്ലോ, അപ്പോൾ വാമപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും ഞാൻ വരാം. ഓക്കെ, എന്തായാലും വന്ന് ഫ്രീ ആണ്, എല്ലാത്തിലും കയറി അങ്ങ് മേഞ്ഞോ. പിന്നെ അല്ല. ഓക്കെ ഓക്കെ.
കുട്ടേണ്ണ ഇപ്പൊ പോയ സാധനം ഗ്യാസ് ഊറ്റി അടച്ചിരുന്നെങ്കിൽ നമ്മളെ കല്യാണത്തിന് എടുക്കായിരുന്നു. വെൽഡൺ. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം ഉപയോഗിച്ച്. നിനക്കതൊക്കെ പറയാം. എന്റെ 5 വളിയാ പോയത്. ഞാൻ നേട്ടോളൂ. ബാക്കി നാളത്തിന് സൗണ്ട് ഇല്ലായിരുന്നടേ. ഓ സമയം പോയല്ലോ, ഒത്തിരി ലേറ്റായി. മോളെ, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ചോറെടുത്ത് കഴിക്കണം കേട്ടോ. ദേ മനുഷ്യ, ഞാൻ എത്തിയില്ലെങ്കിൽ മോക്ക് ചോറെടുത്ത് കൊടുത്തേക്കണേ. ഓ നമ്മളെ ചേച്ചിയാണ്ടോ വരുന്നു. ആഹാ. ആ ചേച്ചി ഇങ്ങോട്ട് കൊണ്ടേ. നിന്റെ തള്ളവിടെ ഇറക്കല്ലേ എന്റെ പോലെ. ഉണ്ണി എന്തോ പറയുന്നത്. ആഹാ, ആൾത്തർ ബോയ്സ് എല്ലാരും ഉണ്ടല്ലോ. വക്കീലേച്ചി കോടതിയിലിട്ടോണ വഴിയാണോ? നിനക്കൊക്കെ വല്ല പണിക്കും പൊക്കൂടാ എന്ന ഡയലോഗ് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിങ്ങളെ പോലുള്ള യുവതലമുറകളാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. അത് നിങ്ങൾ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയും വേണം. അവസരം എല്ലാവർക്കും കിട്ടത്തില്ല. കിട്ടുന്ന സമയത്ത് അത് വിനിയോഗിക്കുകയും വേണം. നിങ്ങളെ കണ്ടപ്പോൾ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. ഇന്ന് കച്ചവടത്തിന് സത്യം ചേട്ട ഇറങ്ങിയില്ലേ? ഇനിയേ വരൂ. വരും വരും വരും. എനിക്കറിയാം നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കാന്ന്. എങ്കിലും നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, പൈസക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ധൈര്യമായി ചോദിക്കാം കേട്ടോ. മടിയൊന്നും വിചാരിക്കരുത്. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി ശരി. ആ കുട്ടാ, എല്ലാരും ഉണ്ടോ? വാണ ഇരിക്കിങ്ങോട്ട്. പേടിച്ച് നോക്കിയാ കുട്ടബ്രോ, ജിമ്മിൽ പോയിട്ട് കുഴപ്പമൊന്നുമില്ലടേ. വല്ലാത്ത പണി തന്നെ. ദൈവത്തിനാണ്. ബാത്റൂമിൽ പോരുന്നത് ഇരിക്കാൻ വയ്യ, തൊടവേദന, മനസ്സമാണോ തൂറാൻ വയ്യ. എല്ലാത്തിനും കൂടി വ്യായാമം ആലോചിക്കുമായിരുന്നു. അപ്പോഴേ എനിക്ക് മാത്രമല്ലല്ലേ, നിങ്ങൾക്കുണ്ടല്ലേ വേദന. 2 ദിവസം വേദന കാണും, പിന്നെ അങ്ങ് മാറിക്കോളും. ഭഗവാനെ, ഇതിലും നല്ലത് 10 മൂട് തെങ്ങിന് തടവെടുത്താൽ മതിയായിരുന്നു. നിങ്ങള് തടം. കുട്ടം ബ്രോ, ഞാൻ എടുക്കുന്നില്ല, നീ എടു. ഹലോ, ഉള്ളതാ? എത്തും, നമ്മളെത്തും. ബ്രോക്കർ കുട്ടനെ കൊണ്ട് നാളെ പെണ്ണ് കാണാൻ ചെല്ലാൻ. ഉള്ളത് അപ്പൊ നാളെ പെണ്ണ് കാണൽ. ഇതാണ് അങ്കത്തട്ട്. അങ്കത്തട്ട കല്യാണം കഴിയുമ്പോ എന്തായാലും ഒരു അംഗം കാണുമല്ലോ. പിന്നെ അങ്ങോട്ട് പോവാം. നമസ്കാരമുണ്ട്. നമസ്കാരം. ഇതാണ് പെണ്ണിന്റെ അച്ഛൻ. പെണ്ണിന്റെ അച്ഛനാ? അച്ഛാ! ഏട് പെണ്ണിന്റെ പേർക്കായിരിക്കും. കല്യാണം കഴിഞ്ഞോടനെ കുട്ടം ബ്രോയെ കൊണ്ട് നമുക്കൊരു കാശ് ലോൺ എടുപ്പിക്കണം. ഇപ്പം മിണ്ടണ്ട, എന്നിട്ട് വേണം നമുക്ക് കുട്ടം ബ്രോയെ കൊണ്ട് പുതിയ ബിസിനസ് പഠിപ്പിക്കും. മിണ്ടല്ലേ? എന്താ ഒരു കുശലം? ചെക്കൻ എന്താ പണി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എല്ലാ പണിക്കും പോകും. ഇതൊക്കെ അവന്റെ കൂട്ടുകാരാ. അത് കൊള്ളാം. തന്തപ്പടിക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ ഉറച്ച്. അല്ല, പെണ്ണിനെ കണ്ടില്ല. അത് പറയാൻ മറന്നുപോയി.
അമ്മയും മകളും കൂടെ ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോയേക്കുവാ. ഇവിടെ ആദ്യത്തെ സംഭവം അല്ലേ, അതിന്റെ ഒരു ഇത് കാണും. അതുകൊണ്ടാ. സമയം 12 ആയല്ലോ, ഇപ്പൊ പോയതുള്ളൂ. രാവിലെ 7 മണിക്ക് പോയതാ, ഇപ്പൊ എത്തും. ബ്യൂട്ടി പാർലറിൽ തന്നെയാണോ പോയെന്ന് തിരക്ക് നല്ലൊരു കാര്യമാണ്. അപ്പം ലഡുവും ചായയും സ്വാഹ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സെയിം പിച്ച് വാ. അച്ഛാ, ഇതെല്ലാം കൂടെ എത്ര ഏക്കറുണ്ട് അച്ഛാ? ഇതെല്ലാം കൂടെ ഒരു 5 ഏക്കറുണ്ട്. 5 ഏക്കറോ? ഇതിൽ 5 സെന്റും വീടും എനിക്കുള്ളത്, ബാക്കിയെല്ലാം നാട്ടുകാർക്കുള്ളത്. അയ്യേ. ആ, മോൻ പറ, എന്താണ് കാര്യം? അച്ഛാ, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്, ഇവിടുത്തെ കക്കൂസ് എവിടെ അച്ഛാ? കക്കൂസ് ഉള്ളത് നിറഞ്ഞു. ഇനി പഞ്ചായത്തിലൊരെണ്ണം അപേക്ഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മിക്കവാറും അടുത്ത ആഴ്ച കിട്ടും. തൽക്കാലം പുറമ്പോക്കുണ്ടല്ലോ. അച്ഛൻ എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മകളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കെട്ടിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹം. പെൻഷൻ വാങ്ങിക്കഴിയാലോ. ബ്രോക്കർ വന്ന് പറഞ്ഞപ്പോൾ 2 കൂട്ടർക്കും ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് കരുതി. വേറൊന്നും തോന്നരുത്. അല്ല, തോന്നിയാലോ ഒന്നുമില്ല. ഇതൊക്കെ ഒരു രസമല്ലേ? എന്തുവാടെ അവിടെ? കുറച്ചു നേരം ആയല്ലേ, എന്തോ സംഗതി? സംഗതി പോണ്ടെങ്കിൽ വാ, പെട്ടെന്ന് വീട്ടിൽ പോ. അപ്പൊ ശരി, ഓക്കെ. പുള്ളി എന്താ പറഞ്ഞ്? മഴ പെയ്താ ഒരു തുള്ളി വെള്ളം വെളിയിൽ പോവില്ല, തൂറാ ഒരു കക്കൂസില്ല, മോളെ സർക്കാർ ഉദ്യോഗസ്ഥനെ കെട്ടിക്കൂ. കേരളത്തിന്റെ ഈ അവസ്ഥ മാറിയേ പറ്റൂ. മാറ്റണം. നിങ്ങൾ കളഞ്ഞിട്ട് വാടേ, ഓളല്ലെങ്കിൽ ഓളെ ഉമ്മ. അതും സ്വാഹ. നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് അടുത്ത് നോക്കാം. എനിക്കെന്തൊരു വിഷമം. ഡാ ഉണ്ണി, നിന്റെ വീടിൻ്റെ അവിടെ നിന്നല്ല വഴക്കായിരുന്നല്ല, എന്താണ് സംഭവം? സമയം പറയണമെങ്കിൽ ഒരു 6 മണി. അമ്മച്ചി കുഴക്കട്ട ഉണ്ടാക്കി തന്നു, അതും തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിത്തർക്കം. രാഘവണ്ണനും ഗോപാലണ്ണനും. രാഘവണ്ണനെ അറിയാല്ലേ, പഴയ ഗുണ്ടയാണ്. ഞാൻ വിചാരിച്ചു വല്ലതും നടക്കും. പക്ഷെ ഗോപാലണ്ണൻ എന്തു പറഞ്ഞിട്ടും രാഘവണ്ണൻ മിണ്ടുന്നില്ല. അതാണ് ഞാനും ആലോചിച്ചത്. കുറെ ചീത്ത വിളിച്ചിട്ട് ഗോപാലണ്ണൻ കയറി വീട്ടിൽ പോയി. ആ ഗ്യാപ്പിൽ ഞാൻ രാഘവന്റെ അടുത്ത് ചോദിച്ചു, എന്തര് നിങ്ങളെന്താ അനങ്ങാമ്പാറ പോലെ നിന്നത്? അപ്പോഴല്ലേ കള്ളി വെളിച്ചത്തായത്. ആ അപ്പോഴ് രാഘവണ്ണം പറയേ, വഴക്ക് മൂത്ത അടിയായ ഈ ഗോപാലണ്ണം വന്ന് മുണ്ടുരി. അതിന് അടിയിലൊന്നും ഇട്ടിട്ടില്ല, ആകെ ഉള്ള ഒരെണ്ണം കഴിവിട്ടേക്കാണ്. സ്വാഭാവികം, മഴ പെയ്യാൻ പാടല്ലേ, ഉണയെ കാണൂല. പെട്ടെന്ന് തന്നെ രാഘവണ്ണൻ ഭാര്യയെ ബസ്സിൽ കയറ്റി പാരിപ്പള്ളിക്ക് വിട്ടു. അതിന് പുതിയ നിക്കർ അടിക്കാനായിരിക്കും. ശരി 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 ശരി. എന്റെ പൊന്നളിയാ, ഇതൊക്കെ ഉള്ള തന്നെ, അതാ നീ തള്ളി വിടുന്നതാ. സംശയം ഉണ്ടെങ്കിൽ നീ വീട്ടിൽ വന്ന് എന്റെ അമ്മയടുത്ത് ചോദിച്ചു നോക്കും. ചേട്ടന്മാരെ, എവിടെ പോണു ചേട്ടാ? ഇവിടെ പുതുതായി തുടങ്ങിയ ഹോളോ ബ്രിക്സ് കമ്പനി എവിടെ? മലയാളം അറിയുന്ന ബംഗാളിയാണ്. 5 കൊല്ലം മുമ്പ് ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മലയാളം അറിയാം. അവന്മാരുടെ നാട്ടിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ കുട്ടിയും പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. ബംഗാളിൽ ജോലി കമ്മി കേസാ. ഇവിടെ ജോലിയുമുണ്ട് കൂലിയുമുണ്ട്. ഡേയ്, വേറെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ജോലിക്ക് വന്നൊരു കളിയാക്കാരുടെ. ഡേയ്, ദാ ആ വഴി നേരെ പോയ കട്ടക്കമ്പനിത്തും. എന്നാ വിട്ടോ. ചേട്ടാ, ഏതാ 2 പുതിയ മുഖങ്ങൾ അങ്ങോട്ട് പോയത്? അത് പുതിയതായി കട്ടക്കമ്പനി ജോലിക്ക് വന്ന ബംഗാളി. ആ, മലയാളികൾ മൊത്തം ഇനി സ്പോക്കൺ ഹിന്ദിക്ക് പോയേ പറ്റൂ. കേരളത്തിൽ എവിടെ നോക്കിയാലും ഇപ്പം ബംഗാളികളാ. സിനിമ കണ്ട ശേഷം മോൾ ഇന്നലെ നല്ല സന്തോഷത്തിലാണ്. ആണോ? നല്ല നമ്പറാണ്, നല്ല കളവാ, എടുക്കണ്ട ഒരെണ്ണം. ഇതൊക്കെ അടിക്കോടേ. അമ്മേ, എനിക്ക് സ്കൂബിയുടെ ബാഗ് തന്നെ വേണം. അതിൻ്റെ കൂടെ ഒരു വാട്ടർ ബോട്ടിലും കൂടെ ഫ്രീ ഉണ്ട്. ഓ, വാങ്ങിക്കാം മോളെ, നമുക്ക് പോകാം. വാ മനുഷ്യ. ഓ ഓ. എല്ലാരും ഉണ്ടല്ലോ. എവിടെ പോണ എല്ലാരും കൂടെ? ശോഭ ചേച്ചി
സ്കൂള് തുറക്കാറായില്ലേ, മോക്ക് ബാഗും ഉടുപ്പും ഒക്കെ വാങ്ങണ്ടേ? ഇന്ന് പ്ലാസ്റ്റിക് ചാവണം ഇല്ലായിരുന്നു ചേച്ചി? ഇല്ല, ഇന്ന് ഒഴിവാക്കി. സ്കൂള് തുറന്നല്ലേ, നമ്മളിവിടെ ഇരിക്കുമ്പം മോള് പഠിക്കാൻ പോണ കാണാറുണ്ട്. അത് ട്യൂഷന് പോകുന്നടാ. അണ്ണുണ്ടെന്നാ കൂടാ. എല്ലായിടത്തും പെണ്ണുങ്ങൾക്കാണ് മുൻഗണനയെങ്കിലും എന്റെ ഭാര്യയുടെ കൂടെ ഞാനല്ലാതെ നീ പോവൂ? ചുമ്മാ. അണ്ണൻ ആ പറഞ്ഞത് ഒരു പോയിന്റാണ്. നല്ല കാച്ചി എണ്ണയുടെ മണമല്ലോ. മുടി വളരാൻ വേണ്ടി അമ്മ ഉണ്ടാക്കി തന്ന എണ്ണയാ. എനിക്കും ഈ കുഞ്ഞു മോളെ പോലൊരു കുഞ്ഞുമോള് വീട്ടിലും ഉണ്ട്. ഇവിടെ അടുത്താണോ വീട്? ബസ് കയറി പോണം. സിറ്റിയിലെങ്ങും പോയി ലോട്ടറി വിൽക്കാൻ വയ്യ. മുമ്പ് പോവുമായിരുന്നു. പലരും ലോട്ടറി എടുത്തോണ്ട് പോവും. പൈസ തരില്ല. കാഴ്ചയില്ലാത്തവനല്ലേ, അവർക്കെന്തും കാണിക്കാമല്ലോ. പാവല്ലേ അമ്മ. മോളെ നല്ലതുപോലെ പഠിക്കണേ മോളെ. നന്നായി വരും. വാ പോവാ. ഓ അപ്പൊ ശരി. അതേണ കച്ചവടം നടന്നോ? കൊണ്ടാണല്ല. ഇന്നത്തെ കേരള, ഇന്നത്തെ കേരള, ഇന്നത്തെ കേരള. ഇന്ന് 3 മണിക്ക് ഞെരക്കെടുക്കുന്ന ഇന്നത്തെ കേരള. വാ 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 വാ, കടന്നു വരൂ, കടന്നു വരൂ. മഴ കാരണം പുറത്തിറങ്ങാൻ വയ്യ. ഇവൻ കുളിച്ച് കുളിച്ച് ഈ കുളം വറ്റിക്കോ? നീയോ കുളിക്കുന്നില്ല, അവനെങ്കിലും കുളിക്കട്ടാ. അരുണേ, എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ലടാ. നാട്ടുകാർക്ക് പുറമെ ഈ അമ്പലക്കുളത്തിൽ ഇവിടെ പണിക്ക് വന്ന ബംഗാളി കുളി തുടങ്ങിയത്. നമ്മളെ നാടിന്റെ പ്രകൃതി രമണീയത ഏത് നാട്ടിൽ കിട്ടോടാ, കുളിച്ചിട്ട് പോട്ട്. എന്നാലും എനിക്ക് എന്തോ ഒരു ഇത്. അല്ലെങ്കിലേ ഈ മലയാളികളൊക്കെ അങ്ങനെയാ, മറ്റുള്ളവർക്ക് കിട്ടുന്ന സുഖമൊന്നും അങ്ങനെ സഹിക്കത്തില്ല അവന്മാർക്ക്. പൊതുവിലുള്ള പ്രശ്നമാണത്. നീ നില്ലേ അണ്ണാ, ഒരു വിൽസ് വേണോളിയാ? ആ തീപ്പട്ടിയും കൂടെ. നീ സേറ്റ് വിളിക്കണോ? ഓ എന്ത് പരസ്യമായിട്ട് ഇന്ന് സേറ്റ് വിളിച്ചുകൂടാ. ഒരു മിനിറ്റ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ആ കൊള്ളാം. ഇങ്ങനെ എഴുതി കാണിച്ച് ആരും വലിക്കത്തൂല്ല, കുടിക്കത്തൂല്ല. കഷ്ടം. ഒരു കുളിസീൻ ഇവിടെ അമ്പലക്കളത്തി ഒരു ബംഗാളിന്ന് കുളിച്ച്, അതിനാണ് അവൻ കിടന്ന് ചാർന്നത്. എന്താ മോളെ? ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഈ 3 മുട്ടായി ആ മാമാർക്കും കൊടുക്കണം. ഈ മുട്ടായി മാമനെടുത്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന അമ്മ പായസം വെച്ച്. ശരി.
സിസറ് വലിച്ചോണ്ടിരുന്നു ഞാനാ. പെണ്ണുങ്ങൾ കുടുംബത്ത് പൈസ കൊണ്ടുവരുമ്പോ ആണുങ്ങളുടെ അവസ്ഥ ഇതുവോ. വന്ന് ചൂണടക്കാൻ വരെ ബംഗാളികളായി. ഈ പോക്ക് പോയ മലയാളികൾ മുഴുവനും ബംഗാളിലോട്ട് പോകേണ്ടി വരും. ആ നിങ്ങളിന്ന് നേരത്തെ വന്നോ? ഓ, ചെറിയ പണിയേ ഉണ്ടായിരുന്നുള്ളൂ. മോളെന്തേ ഇവിടെ അങ്ങ് കണ്ടില്ല? അവൾ വന്നില്ലേ? എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു നിന്റെ കൂടെ കാണുമെന്ന്. ഇല്ല, ഞാൻ പഞ്ചായത്തിൽ നിന്ന് വരുവാ. അവള് പിന്നെ എവിടെ പോയി? വാ നോക്ക. മോളെ 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 ആവണി മോളെ 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 ആവണി മോളെ ആവണി മോളെ ആവണി മോളെ മോളെ. ഏട്ടാ, എനിക്കെന്തോ പേടിയാവുന്നു. ക്ലാസ് കഴിഞ്ഞ് മോൾ അമ്പലത്തിന് അതിലെ കൂടെ വരുന്ന കുട്ടനും പിള്ളേരോട് കാണും. നമുക്ക് അവരോട് ചോദിക്കാം. വാ. എടാ മക്കളെ, എന്റെ മോളെ എവിടെയെങ്കിലും കണ്ടോടാ? ഇല്ല കണ്ടില്ല. ഉച്ചയ്ക്ക് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കുട്ടിയാ, ഇതുവരെ വീട്ടിൽ വന്നില്ല. അവള് പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും ഞങ്ങൾ നോക്കി, അവിടെ കണ്ടില്ല. എന്റെ മോക്കൊന്നും പറ്റിക്കാണില്ല അല്ലടാ? അവക്ക് വല്ലതും പറ്റിയ ഞാനും ഇവളും പിന്നെ ഇല്ല. ചേച്ചി ചേച്ചി വിഷമിക്കണ്ട, നമ്മൾ തിരക്കാം. അണ്ണ ചേച്ചിയെ വിളിച്ചോണ്ട് വീട്ടിൽ പോ. ഇതിനിപ്പോ പുറത്ത് പറയണ്ട. കുട്ടാ, എന്താ പ്രശ്നം? എന്ത് പറ്റി കുട്ടാ? ആവണി മോള് ട്യൂഷന് പോയി. ട്യൂഷൻ കഴിഞ്ഞ് വീടെത്തിയിട്ടില്ല. അപ്പോൾ ട്യൂഷനും വീടിനും ഇടയിലാണ് ആവണി മോളെ കാണാതായത്. അതാണ്. ഇതുവഴി കുറേ കുട്ടികൾ പോയി. ആ കൂട്ടത്തിൽ ആവണി മോൾ ഇല്ലായിരുന്നു. അതെങ്ങനെ അറിയാം? അവൾ തേക്കുന്ന കാച്ചിയ എണ്ണയുടെ മണം ഇല്ലായിരുന്നു. പക്ഷേ എന്താണ് ഒരു പക്ഷേ? ഞാൻ കുളത്തിനവിടെ നിന്നപ്പോൾ ആവണി മോൾ തേക്കുന്ന കാച്ചിയ എണ്ണയുടെ ഗന്ധം എൻ്റെ മൂക്കിനടുത്തുകൂടെ പോയി. ഞാൻ ആലോചിച്ചു, ആവണി മോൾക്ക് എൻ്റെ അത്ര പൊക്കമില്ലല്ലോ. അതുമല്ല, എന്നെ കണ്ടാൽ ആ മോൾ സംസാരിക്കുകയും ചെയ്യും. എനിക്കെന്തോ പന്തികേട് തോന്നി. ഞാൻ ആ മണത്തെയും ശബ്ദത്തെയും പിന്തുടർന്നു. കുറച്ച് ചെന്നപ്പോൾ കടൽ തിരമാലയുടെ ശബ്ദം ഞാൻ കേട്ടു. പിന്നെ മുന്നോട്ട് പാറക്കെട്ടുകളായിരുന്നു. പെട്ടെന്ന് ഒരു തേങ്ങ വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. പിന്നെ ഞാൻ മുന്നോട്ട് പോയില്ല. അവിടെ ഒരു മതിൽ പോലെ എന്തോ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഗന്ധം ഇല്ലാതായി. സത്യം അങ്ങോട്ട് നിൽക്കി വരണടാ. സത്യം ചേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതല്ല ഇതാവണമെന്നില്ല. മൊത്തത്തിൽ ഒന്ന് തപ്പണം. നമ്മൾ അമ്പലത്തിനടുത്ത് നിന്നപ്പം വക്കീൽ ചേച്ചി പറഞ്ഞു ഒന്ന് ആലോചിച്ചേ. മലയാളികൾ മൊത്തം ഇനി സ്പോക്കൺ ഹിന്ദിക്ക് പോയേ പറ്റൂ. കേരളത്തിൽ എവിടെ നോക്കിയാലും ഇപ്പം ബംഗാളികളാ. നീ കഷ്ടപ്പെട്ട് ഹിന്ദി പഠിക്കണ്ട, അവന്മാര് മലയാളം പഠിച്ചോളൂ. ബംഗാളികളെന്നല്ല, അതിഥി തൊഴിലാളികൾ എന്ന് വേണം വിളിക്കാൻ. നമ്മുടെ നാട്ടിൽ പല മേഖലകളിലും അതിഥി തൊഴിലാളികൾ കയറിപ്പറ്റിയിരിക്കുകയാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാരെന്ന നിലയ്ക്ക് നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. കേൾക്കാൻ പാടില്ലാത്ത പല വാർത്തകളുമാണ് ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിന് ആ അവസ്ഥ ഉണ്ടാകുമ്പോഴേ ആ വേദന എന്തെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
എന്താ മോളെ പേടിച്ചു പോയോ? കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളിയുടെ ജനനേന്ദ്രിയം വെട്ടി. ആരാണാവോ ഈ നല്ല കാര്യം ചെയ്തത്? അവന് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങളാണ് छोड़ो 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 പൊട്ടിക്കഴോടെ മോനെ, നമ്മള് മലയാളം മണ്ടമലാണ് എന്റെ വിചാരം. നിന്നെപ്പോലുള്ളവന്മാരെ അതിഥി തൊഴിലാളികളെന്നും പറഞ്ഞ് ഒരു രേഖയില്ലാതെ അന്നം തരുന്ന നമ്മളോട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇവന്മാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഭരണത്തിലേറ്റിയവരെ വേണം ആദ്യം അടിക്കാൻ. ഇവനൊക്കെ ഭരണം കിട്ടിയ സ്വന്തം കീശ വീർപ്പിക്കുമോ അതോ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമോ? ഇവിടെ ഗൾഫിലെ നിയമം വരണം. കാമമൂത്ത് ഓരോന്ന് ചെയ്യാൻ തോന്നുമ്പോഴേ പേടി മൂത്ത് വിറയ്ക്കുന്ന നിയമം വരണം. എന്നാലേ ഈ നാട് നന്നാവും. ഇനി ഇവിടെ ഒരു കുട്ടിക്ക് ഗതി വരരുത്. ഉണ്ണി അത് ഞെറാ ഇന്നാളിയാ ബാലു വെട്ടിക്കളടവന്റെ സാമാനം. പാട്ടിക്കായോടെ ഓനെ ബ്രോക്കറാണ് പുതിയ ആലോചന അല്ലത്.